നമസ്കാരം. ഫാസ്റ്റാഗ് ടെക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 1-ൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. പാർട്ട് 1-ലുണ്ടാക്കിയ പ്രൊജക്റ്റ് നമ്മളൊരു വെയിറ്റിംഗ് ഷെഡിൻ്റെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റായിരുന്നു. ഇതിൽ നമ്മൾ ജസ്റ്റ് ആക്ടിവിറ്റീസൊക്കെ ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം കുറച്ച് റിലേഷൻഷിപ്പ് കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഇത് നമ്മൾ പുതുതായിട്ട് മറ്റൊരു പ്രൊജക്റ്റ് നോക്കുകയാണ്. കുറച്ച് പേര് മെസ്സേജ് ഇട്ടിരുന്നു. അവർക്ക് ബിൽഡിങ്ങിൻ്റെ അകത്ത് സാധാരണ വരുന്ന WBS കോഡുകൾ എന്തൊക്കെയാണ്, ഒരു ഹൈറൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൽ എന്തൊക്കെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഒരു 4 ഫ്ലോറുള്ളൊരു ബിൽഡിങ്ങിൻ്റെ സാമ്പിള് ചെക്ക് ചെയ്യണം. ഇത് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഒരു ദുബൈയിലുള്ളൊരു പ്രൊജക്റ്റിൻ്റെ സാമ്പിളാണ്. ഇതിൽ നമുക്ക് WBS എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊജക്റ്റ് ലെവൽ 2 WBS, മൈൽ സ്റ്റോണ്, ഇനിഷ്യൽ അതോറിറ്റി സ്റ്റേജ്, കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ്, എൻജിനീയറിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ്, പ്രീ കൺസ്ട്രക്ഷൻ വർക്ക്, ഫൈനൽ അതോറിറ്റി അപ്രൂവൽ, T&C ഹാൻഡിങ് ഓവർ. അപ്പം നമ്മൾ മെയിനായിട്ട് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EPC ആണ്. അതായത് EPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. EPC അല്ലാതെ നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്ന മറ്റ് ഭാഗങ്ങളാണ് മൈൽ സ്റ്റോൺസ്, അതേപോലെ തന്നെ ഇനിഷ്യൽ അതോറിറ്റി സ്റ്റേജ്, കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ്, അതേപോലെ ഫൈനൽ അതോറിറ്റി അപ്രൂവൽസ്, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്, ഹാൻഡിങ് ഓവർ. ഇനി അടുത്ത ലെവലിൽ മൈൽ സ്റ്റോൺസിനകത്ത് ജനറൽ മൈൽ സ്റ്റോൺ ഉണ്ട്, അതേപോലെ തന്നെ കോൺട്രാക്ച്വൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നതോ ആയ മൊമെൻറ്റിനാണ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, എളുപ്പം മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുമ്പോൾ ഏത് സ്റ്റേജ് എത്തിയെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേപോലെ കോൺട്രാക്റ്റിൽ പറയുന്ന മൈൽ സ്റ്റോൺസ് ഉണ്ട്, ഓരോ സ്റ്റേജസ് പറയുന്നുണ്ട്. അതേസമയം വർക്കിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കോൺട്രാക്ടർ സൈഡാണെങ്കിലും ക്ലയൻറ്റ് സൈഡാണെങ്കിലും കൺസൾട്ടൻറ്റ് സൈഡാണെങ്കിലും മൈൽ സ്റ്റോൺസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ മൈൽ സ്റ്റോൺസുകൾ സെപ്പറേറ്റ് WBS ആയിട്ട് തന്നെയാണ് വരുന്നത്. അതേപോലെ ഇനിഷ്യൽ അതോറിറ്റി അപ്രൂവൽ സ്റ്റേജസ്, പെർമിറ്റുകൾ എടുക്കുന്നതിൻ്റെ സ്റ്റേജസ്. അടുത്തത് വരുന്നത് നമ്മുടെ കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ്, അതേപോലെ എൻജിനീയറിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ്. ഇതിൽ പ്രീ ക്വാളിഫിക്കേഷൻസ് വരും, മെറ്റീരിയൽസിൻ്റെ സബ്മിറ്റലും അപ്രൂവലും വരും, അതുപോലെ ഷോപ്പ് ഡ്രോയിങ് പ്രിപ്പറേഷന് അപ്രൂവൽ വരും, മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളും. അതിന് ശേഷമാണ് മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്. പിന്നെ പ്രൊവിഷണൽ സം ഐറ്റംസ്, PC റേറ്റ് ഐറ്റംസ്, FAT ഐറ്റംസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഡിഫറൻ്റായിട്ട് നമ്മൾ കാണിച്ചിരിക്കും.
പിന്നെ പ്രീ കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഡീവാട്ടറിങ്, മൊബിലൈസേഷൻ, അതുപോലെ പ്രിലിമിനറീസ്, സൈറ്റിൽ വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ടവർ ക്രെയിന്, അതേപോലെ ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ വർക്കിൽ വരുന്നതാണ് ഡീമൊബിലൈസേഷൻ. ഇത്രയും കൂടി ഒരു WBSൽ വരും. പിന്നെ സാധാരണ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ, സ്ട്രക്ചർ വർക്ക്, ഫിനിഷ്, അതുപോലെ എക്വിപ്മെൻസിൻ്റെ മൊബിലൈസേഷൻ, അതുപോലെ എക്സ്റ്റേണൽ വർക്കുകൾ. പിന്നെ ഏറ്റവും ലാസ്റ്റ് വർക്ക്സ് അഫക്റ്റഡ് ബൈ ടവർ ക്രെയിൻ. ടവർ ക്രെയിൻ ഇരിക്കുന്ന ഏരിയയിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ, അപ്പോൾ അത് സെപ്പറേറ്റ് പ്രൊസീജിയറാണ്. പിന്നെ ഫൈനൽ അതോറിറ്റി അപ്രൂവൽസ്, അതായത് വർക്ക് കഴിഞ്ഞ ശേഷമുള്ള അപ്രൂവൽസുകൾ. ഇത് ദുബായ് ബേസ്ഡ് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഈ ദുബായ് പോലീസും ദീവായും അതുപോലെ എത്തിസലാത്തിൻ്റെ ഒക്കെ സെപ്പറേറ്റ് അപ്രൂവൽസ് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ ഇന്ത്യയിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും ആ രാജ്യത്ത് ഫൈനൽ അപ്രൂവലിന് വേണ്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കയറുക. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ക്വാളിഫിക്കേഷനകത്ത് സിവിൽ വർക്കിൻ്റെ MEP വർക്ക് സെപ്പറേറ്റ് ആണ്. അതേപോലെ അതോറിറ്റി ഡ്രോയിങ്സിൽ നേരത്തെ പറഞ്ഞ ഇത് ദീവായ് വാട്ടർ സപ്ലൈ, സിവിൽ ഡിഫൻസ്, ഡ്രെയിനേജ്, ടെലികമ്മ്യൂണിക്കേഷൻ, അത് ഓരോ രാജ്യത്തിനനുസരിച്ചിട്ട് അപ്രൂവൽസ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിൽ തന്നെ സ്ട്രക്ചറൽ ഐറ്റംസ്, ആർക്കിടെക്ചറൽ ഐറ്റംസ്, MEP ഐറ്റംസ്, ലോങ് ലീഡ് ഐറ്റംസ്, അതേപോലെ ഇത് നോക്കണ്ട, ഇത് നമ്മുടെ ബില്ലുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. പ്രൊവിഷണൽ സം ഐറ്റംസ്, ആക്സസറീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രൊവിഷണൽ സം ഐറ്റംസ്. BMS സിസ്റ്റം, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ PC റേറ്റ് ഐറ്റംസ്, ഫ്ലോറിങ്. കൂടാതെ നമ്മൾ താഴെ പ്രീ കൺസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡീവാട്ടറിങ്ങിൻ്റെ മൊബിലൈസേഷനും ഡീമൊബിലൈസേഷനും, ടവർ ക്രെയിൻ്റെ മൊബിലൈസേഷനും ഡീമൊബിലൈസേഷനും. ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ വരുമ്പോഴത്തേക്ക് സ്ട്രക്ചറൽ വർക്കിൽ നമ്മൾ സൈറ്റ് വർക്ക്, സബ് സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ ആയിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിനിഷസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രൊജക്റ്റ് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ സ്ട്രക്ചർ എങ്ങനെ വേണം എന്നുള്ളത്. എന്നാൽ ഈ ഐറ്റംസ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ പ്രൊജക്റ്റുകളിലും വരേണ്ടതാണ്. ചില പ്രൊജക്റ്റുകളിൽ പറയുന്ന രീതിയിൽ ഈ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പം സബ്സ്ട്രക്ചർ 2 ടൈപ്പ് ഉണ്ടാവാം ചില സാഹചര്യങ്ങളിൽ. അതുപോലെ സൂപ്പർ സ്ട്രക്ചർ ചിലപ്പം ചില പർട്ടിക്കുലർ സൂപ്പർ സ്ട്രക്ചർ ഐറ്റംസ് സെപ്പറേറ്റായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നമ്മളത് സെപ്പറേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഇതിൽ ഫ്ലോർ വൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതല്ലാതെ മറ്റ് ഡിവിഷൻസുകൾ ആക്ടിവിറ്റി കോഡ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലേ ഔട്ട് സെറ്റിങ്സും ആക്ടിവിറ്റി കോഡ്സും പഠിക്കുമ്പോൾ നമ്മളത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ജസ്റ്റ് യൂസ് ചെയ്തേക്കുന്ന ആക്ടിവിറ്റി കോഡ്സ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഈ പ്രോജക്റ്റിൽ BOQ, ടൈപ്പ് ഓഫ് വർക്ക്, ഡിവിഷൻ ഓഫ് വർക്ക്, സബ് ഡിവിഷൻ ഓഫ് വർക്ക്, ഫിനിഷ് ഡീറ്റെയിൽ, ഫ്ലോർ, MEP, വെയിറ്റേജ്, അതേപോലെ തന്നെ ഇത്രയും ആക്ടിവിറ്റി കോഡ്സാണ് നമ്മൾ പ്രോജക്റ്റിന് മാത്രമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ BOQ ഐറ്റംസിൻ്റെ ആക്ടിവിറ്റി കോഡ്സാണിത്. നമുക്ക് 18 ബില്ല് ഇതിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കോസ്റ്റ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ BOQ സബായിട്ട് ടൈപ്പ് ഓഫ് വർക്ക്, അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്, സബ് ഡിവിഷൻ ഓഫ് വർക്ക്, അതുപോലെ ഫിനിഷസ് ഡീറ്റെയിൽസ്, ഇതൊക്കെ പിന്നീട് നമ്മൾ ലേ ഔട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ആക്ടിവിറ്റി കോഡ്സാണ്. ഇനിയും WBSൻ്റെ അടുത്ത ലെവൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് WBSൻ്റെ ലെവലാണ്, അല്ലാതെ നമ്മുടെ ലെവൽ 1 ഷെഡ്യൂൾ, ലെവൽ 2 ഷെഡ്യൂളിൽ ഇത് ലെവൽ 2 ആകുന്നുള്ളൂ. ഈ ലെവൽ 5 എന്ന് പറഞ്ഞാൽ WBSൻ്റെ ലെവൽ 5 ആണ്. പലരും തെറ്റായിട്ട് പറയാറുണ്ട്. ലെവൽ
ഇപ്പോൾ ലെവൽ 5 ഷെഡ്യൂളായെന്ന് പറയുകയാണ്. പക്ഷേ ലെവൽ 5 ഷെഡ്യൂളല്ല, നമ്മൾ ലെവൽ 2 ഷെഡ്യൂളാണ് WBS വരെ. ലെവൽ 3 ആകുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് ലെവൽ 3 ആവുന്നത്. അതിൻ്റെ കൂടെ റിസോഴ്സസ് ആഡ് ചെയ്യുമ്പോഴാണ് ലെവൽ 4 ആവുന്നത്. പിന്നീട് നമ്മൾ റിസോഴ്സിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ കോസ്റ്റിംഗ് ആഡ് ചെയ്യാറുള്ളത്. കോസ്റ്റിംഗ് ആഡ് ചെയ്ത ശേഷം പിന്നെ ആക്ടിവിറ്റിക്ക് സ്റ്റെപ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു ലെവൽ 5 എന്ന് പറയാം. സത്യത്തിൽ ലെവൽ 4 വരെ ഒരു ഷെഡ്യൂൾ വരുന്നുള്ളൂ. ആക്ടിവിറ്റീസിന് സ്റ്റെപ്സ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലെവൽ 5 ഷെഡ്യൂൾ എന്ന് വേണമെങ്കിലും പറയാം. അത് ഡിപ്പെൻസ് ആണ്. അത് ഓരോ പ്ലാനറിൻ്റെയും പ്ലാനിങ് എൻജിനീയറിൻ്റെ സ്ട്രാറ്റജിയും ആ വർക്ക് ചെയ്യിക്കുന്ന പ്രൊജക്റ്റ് മാനേജറിൻ്റെ സ്ട്രാറ്റജിയും ഡിപ്പെൻസ്ഡാണ് ആക്ടിവിറ്റിക്ക് ഫർദർ സ്റ്റെപ്സ് കൊടുക്കണോ വേണ്ട എന്നുള്ളത്. ആക്ടിവിറ്റി സ്റ്റെപ്സ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അത് ഡിസ്കസ് ചെയ്താൽ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാഫ്റ്റ് വർക്ക് സബ്സ്ട്രക്ചറിൽ നമ്മൾ ഫർദർ 4 ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്. അതായത് ഇതിന് ബേസ്മെൻറ്റ് 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 ബേസ്മെൻറ്റ് വരുന്നുണ്ട്. ബേസ്മെൻറ്റ് 3, 2, 1 അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ലെവൽ നോക്കി അറിയാം. -7.7 ഫിനിഷ്ഡ് ഫ്ലോർ ലെവലാണ് ബേസ്മെൻറ്റ് 3യുടേത്. ബേസ്മെൻറ്റ് 2വിൻ്റേത് -4.1 ആണ്, അതിന് മുകളിലായിട്ട് വരും. ബേസ്മെൻറ്റ് 1ൻ്റേത് -0.6 ആണ്, മൈനസ് അല്ല, 60 സെൻറ്റിമീറ്റർ ഫിനിഷ്ഡ്. നമ്മുടെ 0 ലെവലിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ മുകളിലായിട്ടാണ്. ഫിനിഷ്ഡ് ഫ്ലോർ ലെവലാണ്, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെവലാണ് ഈ പറയുന്നത്. ഇനിയും സൂപ്പർ സ്ട്രക്ചർ, ഗ്രൗണ്ട് ടു ഫസ്റ്റ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ ടു സെക്കൻഡ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ടു തേർഡ് ഫ്ലോർ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫർദർ ഫ്ലോറിന് നമ്മൾ കോളം, സ്ലാബ്, സ്റ്റെയർ കേസ്, പ്രീ സ്ട്രെസ്സിങ് ആൻഡ് ഡീഷട്ടറിങ് ഗ്രൗണ്ട് ഫ്ലോർ, ഈ ഒരു 4 ഡിവിഷനും WBSൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ഫ്ലോറുകളിലും സൂപ്പർ സ്ട്രക്ചറിൽ ആ ഡിവിഷൻ വന്നിട്ടുണ്ട്. ഇത് കൂടാതാണ് നമ്മൾ ഫിനിഷസിലേക്ക് വരുന്നത്.